നമസ്കാരം. നരനായി ജനിച്ചതുകൊണ്ട് നരകവാതിലിന്റെ നടുവിലാണെന്നൊരു പാട്ടിന്റെ വരി മുതിർന്നവരിൽ പലരും പല സന്ദർഭങ്ങളിലായി എടുത്തു പ്രയോഗിക്കാറുണ്ട്. എന്നാൽ ലോകത്ത് ശരിക്കും ഒരു നരകവാതിലുണ്ടെന്ന് ഇവരിൽ ആർക്കും തന്നെ അറിവില്ല. ടർക്ക്മെനിസ്റ്റനിലെ കാരുകും മരുഭൂമിയിലാണ് ദർവാസ ഗ്യാസ് ക്രേറ്റർ അഥവാ ഡോർ ടു ഹെൽ എന്ന നരകത്തിലേക്കുള്ള വാതിൽ സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ 52 വർഷങ്ങളായി അണയാതെ കത്തുന്ന അഗ്നിഗർത്തമാണ് ഇത്. ഡോർ ടു ഹെൽ സ്ഥിതി ചെയ്യുന്ന ദർവാസ എന്ന പ്രദേശം പ്രകൃതി വാതകങ്ങളാൽ സമ്പുഷ്ടമാണ്. 350ഓളം ആളുകൾ വസിക്കുന്ന ദർവാസ മരുഭൂമി പ്രദേശത്ത് 230 അടി ഉയരമുള്ള ഗർത്തം ഇപ്പോഴും കത്തുകയാണ്. പ്രദേശത്തെ ഉയർന്ന വാതക സാന്ദ്രതയാണ് അന്തരീക്ഷത്തിലെ ചൂടിൽ തീജ്വാലകൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നത്. 10 മുതൽ 15 മീറ്റർ വരെ ഉയരത്തിലാണ് തീനാളം ഉയരുന്നത്. രാത്രികളിൽ ഈ ഗർത്തത്തിൽ നിന്നുയരുന്ന തീയുടെ വെളിച്ചം കിലോമീറ്ററുകൾക്കപ്പുറത്തു നിന്നും കാണാൻ സാധിക്കും. ഇത് പ്രകൃതിയിൽ സ്വയം ഉണ്ടായതല്ല. 1971 സോവിയറ്റ് വാതക പര്യവേഷണത്തിന്റെ ബാക്കി പത്രമാണ്. ഡ്രില്ലിങ്ങിനിടെ അബദ്ധത്തിൽ ഭൂഗർഭ പ്രകൃതിവാതക ശേഖരണം ഉള്ളയിടത്തേക്ക് ഡ്രില്ലിംഗ് റിംഗ് പൂർണ്ണമായി തകർന്നു വീഴുകയും നിലം മുഴുവൻ തകരുകയും ഗർത്തം രൂപപ്പെടുകയും വിഷവാതകം അന്തരീക്ഷത്തിൽ പടരുകയും ചെയ്തു. അന്തരീക്ഷത്തിലെ വിഷവാതകം വമിക്കുന്നതിന് തടയാനായി ജിയോളജിസ്റ്റുകൾ അത് തീയിടാൻ തീരുമാനിക്കുന്നു. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ വാതകം കത്തിത്തീരുമെന്ന നിരീക്ഷണത്തിലാണ് അങ്ങനൊരു തീരുമാനമെടുക്കുന്നത്. എന്നാൽ കണക്കുകൂട്ടലുകളെ പാടെ തകർത്തുകൊണ്ട് ഗർത്തത്തിന് താഴെയുള്ള പ്രകൃതിദത്തമായ വാതകത്തിന്റെ ഫലമായി നീണ്ട 52 വർഷങ്ങളായി ഗർത്തം കത്തുകയാണ്. ഈ നരക കവാടത്തിലെ താപനില 1000 ഡിഗ്രി സെൽഷ്യസ് മുതൽ 1800 ഡിഗ്രി വരെയാണ്. സഞ്ചാരികൾ ഇപ്പോഴും കാരകും മരുഭൂമിയിൽ ട്രക്കിങ്ങിനായി എത്തുന്നത് ഡോർ ടു ഹെൽ കാണുവാനാണ്. അതുകൊണ്ട് തന്നെ വൈൽഡ് ക്യാമ്പിങ്ങിന് പ്രസിദ്ധമാണ് ഈ പ്രദേശം. എന്നാൽ ഈ ഗർത്തം ഇനിയും എത്ര നാൾ നിലനിൽക്കും എന്നുള്ളതിൽ സംശയമാണ്. കാരണം ഗർത്തം മൂടാനുള്ള തയ്യാറെടുപ്പിലാണ് ടർക്ക്മെനിസ്റ്റൻ ഭരണകൂടം. ഭൂഗർഭശാസ്ത്രം, പരിസ്ഥിതി വിഭവ മാനേജ്മെന്റ് എന്നിവയുടെ നിരീക്ഷണങ്ങൾക്കും ഗവേഷണങ്ങൾക്കും വിലപ്പെട്ട സംഭാവനകൾ നൽകാൻ കെൽപ്പുള്ള ഗവേഷണ കേന്ദ്രം കൂടിയാണ് ദർവാസ ഗ്യാസ് ക്രേറ്റർ. ഇതൊരു പ്രകൃതി പ്രതിഭാസത്തിന് കീഴിലാണെങ്കിലും മനുഷ്യ പ്രവർത്തനങ്ങളുടെ പാരിസ്ഥിതിക ആഘാതത്തിന്റെ ഒരു സ്മാരകം കൂടിയാണ്. ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ഗവേഷണ തൽപരരെയും ഒരുപോലെ ആകർഷിക്കുന്ന വിസ്മയമായി ഇപ്പോഴും ആ നഗരവാതിൽ നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തനിനിറം.